എന്റെ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടോ? ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യുന്നു? It suits you. അതുകൊണ്ട് maybe like an 8. 2 മാർക്സ് എവിടെ പോയി? I'm not short hair fan. അതുകൊണ്ട്. പക്ഷെ നിനക്ക് പണ്ട് എപ്പോഴും മുടി വെട്ടണം എന്നല്ലേ? പണ്ട് ഗൈസ്, പണ്ട് എനിക്ക് ഇപ്പൊ ലോങ് ഹെയർ ഇഷ്ടം? ചില പേർക്ക് നമുക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടപ്പെടും. പക്ഷെ ഈ ബിത്തുവിന് എന്നും ലോങ് ഹെയറിലേക്ക് പക്ഷെ എനിക്ക് സൂട്ട് ആവുന്ന പറഞ്ഞു. സൂട്ട് ആവുന്നുണ്ട്. അത് ബിത്തുവിന്റെ ഫേസിന് കുറച്ചുകൂടി ലൈഫ് കൊടുത്തു ഈ ഷോർട്ട് ഹെയർ. യൂത്ത് ആയില്ലേ ഞാൻ കുറച്ചുകൂടെ? എന്ന് വെച്ചാൽ ബിത്തുവിന് കുഞ്ഞു തലയായോണ്ട് ഷോർട്ട് ഹെയർ എല്ലാവരും ചെയ്യും. ഇപ്പൊ ഞാൻ ഇതേ ഹെയർ സ്റ്റൈൽ വെട്ടിയ സൂപ്പർ ആയിരിക്കും. കേളി ഹെയറിന് ലോങ് തന്നെയാണ് നല്ലത്. എന്ത് ചെയ്യാൻ ഗൈസ്. സോ ഇറ്റ്സ് നൈസ്. താങ്ക്സ് 8 തന്നതിന് താങ്ക്സ്. ഓക്കെ, കണ്ടസ്റ്റന്റ് നമ്പർ 2. എന്റെ പുതിയ ഹെയർ കട്ടിനെ കുറിച്ച് ഏതാനും കുറച്ച് വാക്കുകൾ ഒന്ന് പറയണം. ഒറ്റ വാക്കി പറഞ്ഞുതരാം. കലക്കി. ലോക്കൽ ഭാഷ പറഞ്ഞ പൊളിച്ചുട്ടോ. താങ്ക്സ്. തൃശ്ശൂരേരി പറയുമ്പോ പൊരിച്ചുട്ടോ എന്ന് പറയും. ഔട്ട് ഓഫ് 10 എത്ര തരുന്നു? 10 out of 10. അപ്പൊ കുറ്റമൊന്നും ഇല്ല പറയാൻ. കുറ്റമോ? എന്തെന്നറിയാ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ ഈ പണ്ടോട്ടൊരു കാര്യമുണ്ട്, ഹ്യൂമൻ ബീങ്സ് റെസിസ്റ്റ് ചേഞ്ച്. മാറ്റത്തിനെ പലപ്പോഴും എതിർക്കും. അത് മനുഷ്യരിലുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഇതേ ആൾക്കാരെന്നെ അക്സെപ്റ്റും ചെയ്യും. ആദ്യമേ എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോഴും നമുക്ക് പലതരം അപ്പിയറൻസ് ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല എങ്ങനെയൊക്കെ ആയിരിക്കും, ഞാൻ മുടി വെട്ടിയാൽ എങ്ങനെയായിരിക്കും, മുടി വളർത്തിയാൽ എല്ലാം അറിഞ്ഞിരിക്കില്ല. ജീവിച്ചിരിക്കുമ്പോഴല്ലേ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ഓൾവേസ് ഞാൻ എൻ്റെ മുഖത്ത് കാണിക്കാത്ത മീശ എടുത്ത് നോക്കിയിട്ടുണ്ട്, തലമുടി മുട്ടയടിച്ച് നോക്കിയിട്ടുണ്ട്, വളർത്തി നോക്കിയിട്ടുണ്ട്. അറിയണമല്ലോ നമുക്ക്. സോ യു ആർ ലുക്കിംഗ് സോ ഗുഡ്. ഇതിലും താങ്ക് യു. വെൽക്കം. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെ? നിന്നെ പോലെ ഭയങ്കര സൗന്ദര്യം. പിന്നെ അത് മാത്രമല്ല, ഈ വീടുകളിലൊക്കെ സൗണ്ട് കേട്ടോ, സൗണ്ട് ഓഫ് നേച്ചർ. പിന്നെ ഒരു സെറനിറ്റി, പീസ് എല്ലാം ഉള്ള മനോഹര സ്ഥലം. താങ്ക് യു. എല്ലാത്തിനും അവസരം തന്നല്ലോ നമുക്ക് ഇവിടെ വരാനൊക്കെ. താങ്ക് യു. അല്ലേ? നാളെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടാണല്ലോ ഡ്രസ് ചെയ്തേക്കുന്നത്. നിന്റെ കൂടെയല്ലേ നടക്കുന്നത്, നിങ്ങളുടെ കൂടെയല്ലേ നടക്കുന്നത്. അതെ, അത് ശരിയാ. എപ്പോഴും അങ്ങനെയാടാ. നിങ്ങളല്ലേ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും അതല്ല ചെയ്താണ് നല്ലത്. നിങ്ങളുടെ ചോയ്സ് ഇസ് വെരി ഗുഡ്. പിന്നെ നിങ്ങൾ മുല്ലപ്പൂമ്പിയിട്ട് കിടക്കും, കല്ലിനുമുണ്ട് സൗരഭ്യം. നിങ്ങളെല്ലാം ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അച്ഛൻ്റെ പുറത്തോട്ട് വീഴുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത്രയൊക്കെ മതിയാ സൂചിപ്പിച്ചത്? ഇത്ര മതി. താങ്ക് യു. അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ അറിയാലോ? അറിയാം. ബൈ. എന്നെ കുറിച്ച് പുകഴ്ത്തിയതിന് പൈസ ഇട്ടേക്കാൻ. അപ്പൊ നമുക്ക് ഇനി എന്നും മുറ്റിനെ പുകഴ്ത്തിയിട്ട് നമുക്ക് ഓക്കെ. അമ്മ എന്റെ ഹെയർ സ്റ്റൈൽ നമ്പർ അറിയാൻ